വെൽക്കം ടു പെൻഡാഡ്. ഞാൻ സഞ്ജു സുശീലൻ ഫ്രം മാർക്കറ്റിംഗ് ടീം പെൻഡാഡ് സെക്യൂരിറ്റീസ്. എൻ്റെ ഒപ്പം ഉള്ളത് അഭിശങ്കർ ആണ്, ഡയറക്ടർ ഓഫ് പെൻഡാഡ് സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്താണ്, എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഷുറൻസ് എടുക്കേണ്ടതെന്നും പിന്നെ അത് നമ്മളെ ലൈഫിൽ ഇല്ലെങ്കിൽ എന്തൊക്കെ റിസ്കുകളാണ് നമ്മൾ ഫേസ് ചെയ്യുക, അതാണ് ഇന്നത്തെ ചോദ്യം. ഓക്കെ, ഈ ഇൻഷുറൻസിനെ പറ്റിയിട്ട് നമ്മൾ ഇവിടെ നമ്മളെ സെഷൻസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് ഇൻട്രാക്ഷൻ ടൈമിൽ എല്ലായിടത്തും തന്നെ നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ പറയും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻഷുറൻസ് എന്നുള്ളത്. നമ്മളെ പല ഇതിനു മുമ്പുള്ള പല ഇതുള്ള ഡിസ്കഷനിൽ നമ്മൾ ഇൻഷുറൻസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഗോളുണ്ട്, ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓൾറെഡി നിങ്ങളുടെ ഒരു വെൽത്ത് അല്ലെങ്കിൽ ഒരു എമൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എമൗണ്ട് ആണ് നിങ്ങൾക്കൊരു ബാക്കപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതിനുള്ളൊരു പ്രൊട്ടക്ഷൻ, അതാണ് മെയിൻലി ഇൻഷുറൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വെൽത്ത് ആയിട്ട് കൺസിഡർ ചെയ്യരുത്, വെൽത്ത് ക്രിയേഷനുള്ളൊരു സംഭവം എന്നുള്ള രീതിയിൽ നോക്കരുത്. ഇത് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെയിലുള്ള അസറ്റ് അല്ലെങ്കിൽ നമ്മളുടെ വെൽത്ത് അത് പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള ഒരു ഫിനാൻഷ്യൽ ബേർഡൻ നമുക്ക് വരാനൊരു സാധ്യതയുണ്ട്, അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലേക്ക് ഫിനാൻഷ്യലി നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള ഒരു ഇത് വരണമെങ്കിൽ അതിൽ ഒരു ലയബിലിറ്റികളിലേക്ക് പോകാതെ തന്നെ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ ഉള്ളൊരു ടൂള്, ആ ഒരു ടൂളായിട്ടാണ് നമ്മൾ ഇൻഷുറൻസിനെ കാണേണ്ടത്. അപ്പോൾ ഇൻഷുറൻസ് തന്നെ കമ്പൽസറി ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക, ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാൻ പറയും. കാരണം ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിപ്പോൾ ചെറിയ കുട്ടിയാണ്, ഇപ്പം നിങ്ങളെ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു അസുഖം വന്നു, അപ്പോൾ നിങ്ങളായിരിക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതോ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പകരം വേറെ ആരെങ്കിലും കൊണ്ടുപോയെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ വന്നു, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ആവശ്യകതകൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ ബിൽസ് കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ പോകുന്നത് നിങ്ങളാണെങ്കിൽ അവരുടെ പേരിലൊരു പ്രൊട്ടക്ഷൻ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് വയ്ക്കാം. നിങ്ങളൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി പ്ലാൻ എടുക്കുക, എല്ലാവരും കൂടി കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മെഡിക്കൽ സൈഡിൽ വരുന്ന എക്സ്പെൻസുകൾ കാര്യങ്ങൾ ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രൊട്ടക്റ്റഡ് ആയി. ആ ഹോസ്പിറ്റലിൽ നമുക്കൊരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ അസുഖം വന്നു കഴിയുമ്പോൾ ഹോസ്പിറ്റലൈസേഷൻ വരുന്നു, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് വേണം, സർജറി അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവും. അപ്പോൾ ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉള്ളതിൻ്റെ പുറത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ള സ്ട്രെസ് വേറെ വരും. അപ്പോൾ ഒരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെസ് നിങ്ങൾക്ക് വരുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിലുള്ള പൈസ എടുത്തിട്ടല്ല നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കണം, നിങ്ങൾക്ക് അപ്പോൾ മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു കാര്യമായിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണ് നല്ല ട്രീറ്റ്മെന്റ് കിട്ടണമെന്ന് നോക്കിയിട്ട് അവിടെ പോയി നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം. കാരണം ഇത് പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ബിൽസ് കാര്യങ്ങൾ ഇൻഷുറൻസ് കമ്പനി സെറ്റിൽ ചെയ്തോളും. അപ്പോൾ ആ ഒരു ആംഗിളിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീസ് ഓഫ് മൈൻഡ്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻഷുറൻസ് എടുക്കുമ്പോൾ പലരും വിചാരിക്കുക ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ എനിക്ക് ചെറിയ പ്രായമല്ലേ, എന്തിനാണ് ഞാൻ ഇൻഷുറൻസ് എടുക്കുന്നത് എന്ന് വിചാരിക്കും. പക്ഷേ ചെറിയ പ്രായത്തിൽ ആർക്കും എന്തും സംഭവിക്കുന്നുണ്ട്. പിന്നെ ചെറിയ പ്രായത്തിൽ എടുക്കാന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻഷുറൻസ് കിട്ടും, ചെറിയൊരു തുകയ്ക്ക് തന്നെ നല്ലൊരു കവറേജ് കിട്ടുന്ന രീതിയിൽ നല്ല നല്ല പ്ലാനുകൾ എടുക്കാം. ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഏജ് കൂടി കഴിഞ്ഞ് എടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് വരാം. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ആവും, അങ്ങനെ അതും ഏജ് മാറുന്നതിനനുസരിച്ച് വ്യത്യാസം വരും. പിന്നെ എന്ന് വെച്ചാൽ നമ്മളുടെ ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ മറ്റൊരു വ്യത്യാസം എന്ന് വെച്ചാൽ നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഗോൾസുകൾ കാര്യങ്ങൾക്ക്, ഇപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ മാരേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ്, അല്ലെങ്കിൽ വീട് പണിയുക, ഒരു കാർ മേടിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ഗോൾ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു തുക സ്വരൂപിക്കണം, ഒരു കോർപ്പസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾ നടത്തിക്കൊണ്ട് വന്ന് ഒരു എമൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വരികയാണ്. ചിലപ്പോൾ ആ ഗോൾ അച്ചീവ് ചെയ്യേണ്ട ഒരു ടൈം ഫ്രെയിം ആയി, അപ്പോൾ നിങ്ങളുടെ ഒരു വെൽത്ത് ക്രിയേറ്റ് അല്ലെങ്കിൽ ഒരു ഗോളിന് വേണ്ടിയിട്ടുള്ളൊരു എമൗണ്ട് നിങ്ങൾ ക്രിയേറ്റഡ് ആയി. ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ, ഇങ്ങനത്തെ മെഡിക്കൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് എടുത്ത് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടതായിട്ട് ഉള്ളൊരവസ്ഥ വരും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഇനി മീൻസ് ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇനി ടൈമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഇത് എടുത്ത് കൊടുക്കുന്നതിന് പകരം ഒരു ലോൺ എടുക്കും, ഹോസ്പിറ്റലിന്റെ ബില്ലുകളോ കാര്യങ്ങളോ സെറ്റിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു അനാവശ്യമായിട്ടൊരു ലയബിലിറ്റിയിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് വേണം, അത് ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ. ഇത് തന്നെ നമ്മൾ അതുപോലെ എപ്പോഴും നമ്മൾ പറയും നിങ്ങളൊരു ലൈഫ് ഇൻഷുറൻസ് എടുക്കും, ഒരു ടേം ഇൻഷുറൻസ് സജസ്റ്റ് ചെയ്യും എപ്പോഴും. ഇപ്പോൾ ഇത് പറയണ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഒരു ഫിനാൻഷ്യലി നിങ്ങൾ ഡിപ്പെൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ട്.
ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു, അപ്പോൾ നിങ്ങളുടെ ഒരു ആബ്സെൻസ് അത് അവിടെ ഉണ്ടാവും. അത് നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങളുടെ ഒരു ആബ്സെൻസിലും നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിരുന്നൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്, ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു. അത് വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അതിനുള്ളൊരു പ്രൊട്ടക്ഷൻ, അതിന് വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫാമിലിക്ക് ഇത് പറഞ്ഞ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഗോളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ലയബിലിറ്റികൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ എടുക്കുക. ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ എടുക്കുമ്പോൾ ഒന്ന് ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ ഒരു ഗ്രാജുവേഷനോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ വരെയുള്ള ഒരു തുക കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു എമൗണ്ടിന് പ്രൊട്ടക്ഷൻ എടുക്കണം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു ലയബിലിറ്റി ഉണ്ടെങ്കിൽ, ഒരു ഹോം ലോൺ ആവാം, കാർ ലോൺ ആവാം, അല്ലെങ്കിൽ ബിസിനസ് ലോണോ എന്തെങ്കിലും തരം ലോൺ ലയബിലിറ്റികൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിനുള്ള ഒരു പ്രൊട്ടക്ഷനും കൂടി ചേർത്തിട്ടുള്ളൊരു ഇൻഷുറൻസ് എടുക്കണം. അല്ലെങ്കിൽ സംഭവിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു, ഒരു 50 ലക്ഷം രൂപയുടെ ഹോം ലോൺ നിങ്ങൾക്കുണ്ട്, അപ്പോൾ ആ 50 ലക്ഷം രൂപയുടെ ലയബിലിറ്റി നിങ്ങളുടെ ഫാമിലി എടുക്കേണ്ടി വരികയാണ്. അവർക്ക് അത് തിരിച്ചടയ്ക്കാനുള്ളൊരു കെൽപ്പില്ല, അടയ്ക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ ഈ വീട് ഇത് ബാങ്കിന് പോവും. അപ്പോൾ നിങ്ങൾ ഫാമിലിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലേക്കൊക്കെ എടുത്തു വെച്ചുള്ളൊരു അസറ്റ് ആയിരിക്കും നിങ്ങളുടെ ഫാമിലിക്ക് ഒരു വീട് എന്നുള്ളത്. അവരും വഴിയാധാര അല്ലെങ്കിൽ കിടപ്പാടില്ലാത്തൊരു അവസ്ഥ എന്നുള്ള ഇതിലേക്ക്, അതിനും കൂടി മനസ്സിലാക്കിയിട്ടുള്ളൊരു എമൗണ്ട് കൂടി ചേർന്നിട്ടൊരു പ്രൊട്ടക്ഷൻ എടുത്തു വയ്ക്കുക. അപ്പോൾ ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇൻഷുറൻസ് ചിലർ പറയും സാധാരണക്കാർക്ക് ഇൻഷുറൻസ് എങ്ങനെ എടുക്കാൻ പറ്റുന്നത്. സാധാരണക്കാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് അല്ലെങ്കിൽ ടൈറ്റ് ബഡ്ജറ്റിലായിരിക്കും ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരു ചെറിയൊരു മെഡിക്കൽ ബിൽസ് പോലും അവർക്ക് ഒരു വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും അവരൊരു ഫാമിലി ബഡ്ജറ്റിങ്ങൾ കാര്യങ്ങളും കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ സാധാരണക്കാരായാലും ഇൻഷുറൻസ് വളരെ അത്യാവശ്യമാണ്. അതിപ്പോൾ ഇൻഷുറൻസ് എല്ലാവർക്കും തന്നെ കമ്പൽസറി ആയിട്ട് തന്നെ എടുക്കണം. ഓക്കെ, കോമൺ മിസ്റ്റേക്സ് എന്താ ഒരാൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ? ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരു കോമൺ ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ചിലർ വിചാരിക്കും എൻ്റെ ഇപ്പോൾ പ്രായം ചെറിയതല്ലേ, ഈ ചെറുപ്രായത്തിൽ ഞാൻ എന്തിന് ഇൻഷുറൻസ് എടുക്കണം, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എടുത്താൽ പോരെ എന്ന് വിചാരിക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ പ്രായത്തിൽ എടുക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ടൈം ഇൻഷുറൻസ് എടുക്കുകയാണ് നിങ്ങൾ. ചെറിയ പ്രായത്തിൽ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ പ്രീമിയത്തിൽ നിങ്ങൾക്ക് കിട്ടും. ആ ചെറിയ പ്രീമിയം തന്നെ നിങ്ങൾ എത്ര വർഷത്തിന് കഴിഞ്ഞാൽ പിന്നെ സെയിം പ്രീമിയം തന്നെ നിങ്ങൾ അടച്ചു പോയാൽ മതി. ആ സമയം ഏജ് കഴിയും തോറും ഇത് പ്രീമിയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്ലസ് ഓരോ ഏജ് സ്ലാബുകളുണ്ട്. ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞൊരു പ്രായത്തിനടുപ്പിച്ച് ഒരു ഇന്നത്തെ കാലത്ത് ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ 40-45 വയസ്സിന് വേണ്ടി തന്നെ ട്രിഗർ ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ, നോട്ടിഫൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് അപ്രൂവൽ ചിലപ്പോൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞാൽ ചില കണ്ടീഷൻസ് വയ്ക്കും അവർ, അല്ലെങ്കിൽ പ്രീമിയം കുറച്ചുകൂടി കൂടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു റിസ്ക് ഇത് തന്നെയാണ് മെഡിക്കൽ ഇൻഷുറൻസിലുള്ളത്. മെഡിക്കൽ ഇൻഷുറൻസിൽ ചെറിയ പ്രായത്തിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എല്ലാം തന്നെ കവേർഡായിട്ട് നല്ലൊരു പ്ലാൻ നിങ്ങൾക്ക് ഈസിലി കിട്ടും. പിന്നെ വെച്ചാൽ ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ നോർമലി ഒരു 2 വർഷത്തേക്ക് കുറേ അസുഖങ്ങൾക്ക് ഒരു ലോക്കിൻ പോലെയുണ്ട്. നിങ്ങൾ എത്രയും നേരത്തെ ഇത് എടുക്കുന്നോ ആ ലോക്കിൻ പീരീഡ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വേഗം തന്നെ ഒഴിവാക്കി എടുക്കാൻ സാധിക്കും. ഇതിൽ മറ്റൊരു ഇതെന്ന് വെച്ചാൽ, ഏജ് ആയി കഴിഞ്ഞ് എടുക്കാൻ പോകുമ്പോൾ കിട്ടിക്കോളണമെന്ന് നമുക്കൊരു ഉറപ്പില്ല. മെഡിക്കൽ ഇൻഷുറൻസുകൾ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ എന്തെങ്കിലും നിങ്ങൾക്ക് ട്രിഗർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു ഇത് പറഞ്ഞിട്ട് വേണമെങ്കിൽ റിജക്ട് ചെയ്യാനുള്ളൊരിതുണ്ട്. പിന്നെ മറ്റൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിയം കൂടും നിങ്ങൾ ലേറ്റ് ആയിട്ട് എടുക്കാൻ പോകും. ഇതൊരു മിസ്റ്റേക്കാണ്. പിന്നെ രണ്ടാമത് കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും ആൾക്കാർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, സഫീഷ്യൻറ്റ് എമൗണ്ടിലുള്ളൊരു പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് ചിലർ പറയും എനിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, 4 പേരെ ഒരു ഫാമിലിക്ക് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, ഇവർ ഒരു 45 വയസ്സായൊരു ഹെഡായിരിക്കും ഫാമിലിയിലുള്ളതും, കുട്ടികളും വൈഫോ അല്ലെങ്കിൽ പാർട്ട്ണറോ അങ്ങനെയൊക്കെ ആയിട്ട് ഉള്ളതുണ്ട്. ഒരു സഫീഷ്യൻറ്റ് പ്രൊട്ടക്ഷൻ ആണെന്ന് വിചാരിച്ചിരിക്കുന്നത് 3 ലക്ഷം 5 ലക്ഷം ആയിരിക്കും. അപ്പം ഇന്നത്തെ കാലത്ത് ശരിക്കും പറയുകയാണെങ്കിൽ അത് സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ അല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന ചിലർ നോക്കിക്കഴിഞ്ഞാൽ 5 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ ആയിരിക്കും പ്രൊട്ടക്ഷൻ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫാമിലി സൈസിന് ഈ ഒരു പ്രൊട്ടക്ഷൻ, ഈ ഒരു എമൗണ്ട് പ്രൊട്ടക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ തീരെ സഫീഷ്യൻ്റ് അല്ല. 10 ലക്ഷം രൂപയുടെ ഒരു പ്രൊട്ടക്ഷനാണ് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആബ്സെൻസിൽ നോമിനിക്ക് 10 ലക്ഷം രൂപ കിട്ടുന്നു. ഇന്നത്തെ കാലത്ത് ഒരു 10 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വർഷം 1.5 വർഷം മാക്സിമം 2 വർഷമാകുമ്പോഴേക്ക് ഈ തുക തീർന്നു. അപ്പം ബാക്കിയുള്ള കാലത്തിലേക്ക് കുട്ടികളോ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിക്കുള്ള ഒരു പ്രൊട്ടക്ഷനുള്ള ഒരു തുക ഇതിലില്ല. അപ്പോൾ ഒരു
കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഇത് ഡിസ്കസ് ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങളൊരു ഇൻഷുറൻസിൻ്റെ ഒരു നല്ലൊരു അഡ്വൈസറായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മളുടെ ഇവിടെയൊക്കെ തന്നെ വരുന്ന ക്ലയൻസ് വരുമ്പോൾ നമ്മൾ ഓരോ ക്ലയൻസിനെയും നമ്മൾ പറയില്ലേ ടൈലർ മെയ്ഡ് എന്നൊക്കെ പറയണ പോലെ അവരുടെ ആവശ്യകതകൾ അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ് എന്താണ്, അവരുടെ ഏജ്, ഇൻകം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവർക്ക് എത്രയാണ് ഇൻഷുറൻസ് റിക്വയർമെൻ്റ് ഉള്ളത് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ രീതിയിലേക്കുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഇൻഷുറൻസ് എടുക്കാൻ നോക്കുക. പിന്നെ മറ്റൊരു മിസ്റ്റേക്ക് കണ്ടുവരുന്നത് അത് കൂടുതലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് പ്രവാസികളിലും ഒക്കെയാണ്. അതായത് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, പല പല കമ്പനികളുടെ പല പല പ്ലാനുകൾ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പം മെഡിക്കൽ ഇൻഷുറൻസിൽ ഇങ്ങനെ ചില കേസുകൾ കണ്ടാൽ 2 പ്ലാനോ 3 പ്ലാനോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇൻഷുറൻസ് ഒരു ക്ലെയിം നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ മാത്രമേ ക്ലെയിം വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റ ബില്ല് തന്നെ 2-3 കമ്പനികളിൽ പോയിട്ട് മൾട്ടിപ്പിൾ ക്ലെയിംസ് എടുക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒരെണ്ണത്തിൽ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് ലൈഫ് ഇൻഷുറൻസ് പലപ്പോഴും കണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ഇവര് കുറേ അധികം പ്ലാനുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ ലൈഫ് തന്നെയാണോ ടേം? ലൈഫ് ഇൻഷുറൻസിന്റെ തന്നെ ഇതാണ് ടേം ഇൻഷുറൻസ്. ഇപ്പോൾ ടേം ഇൻഷുറൻസ് ഒരു നല്ലൊരു എമൗണ്ടിന്റെ ഒരെണ്ണം ശരിക്കും പറയുന്നത് സഫീഷ്യന്റ് എമൗണ്ടിന്റെ ടേം ഇൻഷുറൻസ് എടുത്താൽ നല്ലൊരു. ഈ പ്രവാസികളിലൊക്കെ ഇതിൽ കൂടുതൽ കണ്ടുവച്ചിരിക്കുന്നത് അവർ കുറേ യൂലി പ്ലാനുകൾ ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറേ ഗ്യാരണ്ടീഡ് റിട്ടേൺ പ്ലാനുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പല പല പ്ലാനുകൾ എടുത്തു വെച്ചിരിക്കുക. ശരിക്കും പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ ഒരു ആവശ്യകത, ഒരു പ്രൊട്ടക്ഷൻ ശരിക്കും പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 2 കോടി പ്രൊട്ടക്ഷന് ശരിക്കും ആവശ്യമുള്ളൂ. അപ്പോൾ ഇവരുടെ ചില ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ ഇൻഷുറൻസുകൾ കുറേ ഉണ്ട്. എല്ലാത്തിൻ്റെയും വെച്ച് പ്രൊട്ടക്ഷൻ ഇതൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3 കോടി 5 കോടിയുടെ അതിനുള്ളതുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അനാവശ്യമായിട്ട് ഇതിലേക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് കാര്യമില്ല. അപ്പോൾ നമുക്കൊരു സഫീഷ്യൻ്റ് എമൗണ്ട് അല്ലെങ്കിൽ എത്രയാണോ നിങ്ങളുടെ ഒരു കറക്റ്റ് വാല്യൂ ആ ഒരു എമൗണ്ടിനുള്ള ഇൻഷുറൻസ് മാത്രം എടുക്കുക. ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾ വെറുതെ ഇൻഷുറൻസ് ആയിട്ട് മാറ്റി വയ്ക്കേണ്ട. പിന്നുള്ളത് ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് ചെയ്തു പോകുന്നതായിരിക്കും നല്ലത്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോവുക. പിന്നെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് മറച്ചു വെച്ചിട്ട് ഇൻഷുറൻസ് എടുക്കാൻ പോകും. അപ്പം ഇതിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ അന്ന് ഇൻഷുറൻസ് ത്രൂ ആയി, പക്ഷെ പിന്നീട് ഈ ഒരു സംഭവം ഉണ്ടെന്ന് എങ്ങനെയെങ്കിലും മനസ്സിലാവുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെഡിക്കൽ ഇതിൽ പ്രശ്നം ഉണ്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും ട്രിഗർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല, റിജക്റ്റ് ആവും. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുത്തതിൻ്റെ ഒരു കാര്യം ആ സമയം നമ്മളിത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ ഒരു എക്സ്ട്രാ പ്രീമിയം കൊടുത്തിട്ട് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളില്ലാതെ തന്നെ നമുക്ക് ഇൻഷുറൻസ് കിട്ടുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്സുകളാണ് നമ്മൾ പൊതുവെ കണ്ടുവരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൃത്യമായി മനസ്സിലാക്കി ഒഴിവാക്കി കഴിഞ്ഞിട്ട് നല്ലൊരു ഇൻഷുറൻസിന്റെ ഒരു ടീമിനെ അല്ലെങ്കിൽ ഒരു അഡ്വൈസറെയോ കണക്ട് ചെയ്യുക. എന്നൊരു നല്ലൊരു ഡിസ്കഷന് ശേഷം നല്ലൊരു പ്ലാൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസ് മെയിൻലി ഒരു വെൽത്ത് ക്രിയേഷൻ ടൂൾ അല്ല, പക്ഷെ നമ്മുടെ വെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ്. അതെ, പ്ലസ് പീസ് ഓഫ് മൈൻഡ്. ഓക്കെ, താങ്ക് യു.